സോ വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ഇന്നലെ എന്താ പറയാ എഴുതിയ എക്സാമിന് ഇന്നലെ രാവിലെ നമ്മൾ പോയിട്ട് എഴുതിയ നമ്മുടെ ഏകദേശം 1 year ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡെഡിക്കേഷന്റെ നമ്മുടെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാകും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്താണ് ഇന്ന് നമ്മളിപ്പോ എല്ലാവരും ഇവിടെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻസിന്റെ ഒന്നും കൂടി റീ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് ആ ഒരു 7:30 to 9 o'clock അല്ലെങ്കിൽ 7:30 to 9:30 വരെയുള്ള ആ ഒരു ടൈമിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയ നമ്മുടെ ആ ഒരു എക്സാമിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ എക്സാമിനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റിയെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എന്താ പറയാ ആരും ടെൻഷൻ അടിക്കേണ്ടതോ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കൊന്നും വേണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. സോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞു. സോ നമ്മൾ അതിന് പോസിറ്റീവായിട്ട് എടുക്കാം. സോ ബി പോസിറ്റീവ്. നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ എക്സാമിന് അനലൈസ് ചെയ്യാം. സോ മേ ബി നമ്മൾ അറിയുന്ന ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഉത്തരം നമുക്ക് ആ പർട്ടിക്കുലർ നമ്മൾ ബബിൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ടാകും. മേ ബി തിരിച്ചു സംഭവിക്കാം, നമ്മൾ വിചാരിക്കാത്ത ഉത്തരം നമുക്ക് ശരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് കുത്തുന്ന ആൻസർ ശരിയായിട്ടുണ്ടാവും. സോ ബോത്ത് എന്താ പറയുക ഹാപ്പിനെസ്സും ഉണ്ടാവും, നിങ്ങൾക്കൊരു സാഡ് മൂഡും ഉണ്ടാവും. സോ ഒരു മിക്സഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇംപ്രഷൻ. വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് നോക്കിക്കാണാം എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ എക്സാം എങ്ങനെ നമുക്കൊന്ന് റീ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, സോ എഡ്യൂസിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ആസ് എ മെന്റർ ഓർ ആസ് എ ട്യൂട്ടർ എന്ന നിലയിൽ ഐ എം സോ എക്സ്ട്രീംലി ഹാപ്പി. ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്തതോ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നലത്തെ എക്സാമിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചിലപ്പം നിങ്ങൾക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾ തന്നിട്ടുണ്ടാവില്ല. ഇപ്പം Q&A എടുക്കുന്ന ടൈമിൽ നമ്മളത് തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോ മേ ബി ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് മേ ബി ക്ലാസ്സിന്റെ ലൈവ് ക്ലാസ്സിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്ന ചില പോയിന്റ്സ് ആണ് എന്നാൽ എക്സാമിന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മളെ സംബന്ധിച്ച് എഡ്യൂസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഹോൾ ഫാക്കൽറ്റീസിന് ഇന്നലത്തെ എക്സാം എന്ന് പറയുന്നത് മെന്റലി ഭയങ്കര ഹാപ്പിനെസ് തന്ന ഒരു എക്സാം ആയിരുന്നു. ഏകദേശം ഞങ്ങൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതുവരെയുള്ള ഞങ്ങളെ ക്ലാസ്സുകൾ ഏകദേശം 70ഓളം ചോദ്യങ്ങൾ ഇന്നലത്തെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഒക്ടോ മാസ്റ്റർ ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് സെയിം ഓപ്ഷൻസോടുകൂടി കൂടി ഇന്നലത്തെ എക്സാമിന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ഹാപ്പി. കൂടാതെ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച്. എഡ്യൂസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഒപ്റ്റോമെട്രി ബാച്ചിന്റെ എക്സാം ആയിരുന്നു ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായത്. സോ ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിന് തന്നെ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. സോ ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് ഇതുപോലുള്ള ഒരുപാട് ബാച്ചുകൾ നടത്താനുള്ള ഒരു പോസിറ്റീവ് എനർജി ഇന്നത്തെ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ 3-ാം തീയതി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പോലും 4-ാം തീയതിയുള്ള എക്സാമിന്, അതായത് ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികളെ നമ്മൾ അത്രയും അതിന്റെ ടോപ്പ് ലെവൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ ടോപ്പ് ലെവലിലേക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ എഡ്യൂസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ വൺ ഓഫ് ദ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത ഇൻപുട്ടിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഇന്നലത്തെ എക്സാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുന്നതൊപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഇന്നത്തെ കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഡൗട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. സോ എന്നോട് ഞാൻ പറഞ്ഞു നമ്മൾ 3-ാം തീയതി ഓൾറെഡി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ 4-ാം തീയതി ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആവുന്നു എന്ന് പറയുന്നതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് കൂടും എന്നുള്ളത് തന്നെയാണ്. സോ ലാസ്റ്റ്, അതായത്
2013 ജൂണിൽ നടന്ന എക്സാമിന് ഉണ്ടായ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 73 മാർക്ക് അല്ലെങ്കിൽ 70 to 75 റേഞ്ച്, ആവറേജ് ഓഫ് ഒരു 73 ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ഇയർ ഉണ്ടായ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കട്ട് ഓഫ് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് ഏകദേശം 70 to 75 റേഞ്ചിലുള്ള ഒരു കട്ട് ഓഫ് തന്നെയാണ്. അതേപോലെ തന്നെ വൺ ഓഫ് ദ വണ്ടറിംഗ് ഫാക്ട് ഈസ് ലാസ്റ്റ് ടൈം 2013 ജൂണിൽ നടന്ന എക്സാമിന്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എന്ന് പറയുന്നത് 91 ആയിരുന്നു. ഓക്കെ, സോ അന്ന് 9 പോസ്റ്റിലേക്കായിരുന്നു ആ ഒരു PSC നടന്നിട്ടുണ്ടായത് 2013. സോ അതിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എന്ന് പറയുന്നത് 91 ആയിരുന്നു. സോ നമ്മൾ ഏകദേശം ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, നോക്കുമ്പോൾ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് റാങ്കിന്റെ മാർക്കും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും കിട്ടില്ല, അപ്രാപ്യമായതാണ് ഇത്തവണത്തെ പരീക്ഷ എന്നും നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തവണ നടന്നത് DHEയിലേക്കുള്ള എക്സാം ആയിരുന്നു. DHE എന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലേക്കുള്ള എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി മെൻഷൻഡ് അല്ല. സോ എത്ര പോസ്റ്റിലേക്കാണ് അവർ വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓൾറെഡി വന്ന ആ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രീവിയസ് ഇയർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 പോസ്റ്റിലേക്കാണ് വിളിച്ചതെന്ന്. സോ ഫൈനൽ ആയിട്ട് അവർ ചൂസ് ചെയ്തത് 12 13 ആൾക്കാർ ഫൈനലി എടുത്തിട്ടുണ്ടായിരുന്നു. 2013 9 പോസ്റ്റിലേക്ക് വിളിച്ചിട്ട് ഏകദേശം 12 13 ആൾക്കാർക്കായിരുന്നു അന്ന് അവരെന്ത് PSC അപ്രൂവ് ചെയ്തത്, ജോബ് അപ്രൂവ് ചെയ്തത് ഏകദേശം 12 13 ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണ കൃത്യമായിട്ട് ഇത്ര പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കത് എന്തായാലും ഒരു കുറച്ച് പോസ്റ്റുകളിലേക്ക് ഉണ്ട് എന്നുള്ള വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടില്ല എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട. സോ ഈ ഒരു ആൻസർ കീ വന്നതോടുകൂടി നമുക്ക് ആ ഒരു കട്ട് ഓഫിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കൂടാതെ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബൂസ്റ്റിംഗ് ആണ്. അതായത് ഈ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും വളരെ ടോപ്പ് ലെവലിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊന്നുമല്ല. എല്ലാം നമ്മുടെ ബേസിക്സിൽ നിന്നും ചോദിച്ച വളരെ എന്താ പറയാ നമ്മൾ കൺഫ്യൂഷൻസ് ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ആൻസേഴ്സിനെ അപ്രോച്ച് ചെയ്യുക എന്നതായിരുന്നു രീതി. അതായത് ഒരേപോലുള്ള 2 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ട് ഇതും ശരിയല്ലേ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ഓപ്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നലത്തെ എക്സാമിൽ നിന്നും നമുക്കുണ്ടായ വൺ ഓഫ് ദ എന്താ പറയുക നമ്മൾ ഗുണപാഠം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ബിൽഡ് ചെയ്ത നമ്മുടെ ഒപ്റ്റോമെട്രി നോളജിന്റെ ഫൗണ്ടേഷൻ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നതായിരുന്നു ഇന്നലത്തെ എക്സാമിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധ്യതയുള്ളവരുടെ മാർക്കിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഒരു 70 to 75 ആണ്. ഇതുവരെ ഉണ്ടായ കുറെ സർവേസ് ഒക്കെ നമുക്കറിയാം. നമ്മൾ ഓരോരാളും ഒന്നിൽ കൂടുതൽ ഒപ്റ്റോമെട്രി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനൊക്കെ പാർട്ടായിരിക്കും. അവരുടെയൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളാവട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്ത് മാർക്കൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പൊ വന്നിട്ടുള്ള ഒരു മാർക്ക് റേഞ്ചാണ് ഈ പറഞ്ഞ കട്ട് ഓഫ് എന്ന് പറഞ്ഞ 70 നും 75 ഇടയിൽ ഉള്ള ഒരു മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ കിട്ടിയവര് ആരും ഓക്കെ എന്നോ കിട്ടാത്തവർ അയ്യോ എന്നോ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ PSC തുറന്നു വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് അതായത് പോസ്റ്റ് കോവിഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ PSC ഇയർലി വൺസ് എങ്കിലും നമ്മൾ വിളിക്കുന്നുണ്ട്, ഒപ്റ്റോംസിനെ വിളിക്കുന്നുണ്ട്. സോ പ്രീ കോവിഡ് എന്ന് പറയുന്ന ഒരു 2019 18 കാലഘട്ടത്തിലൊന്നും ഈ ഒരു ഇയർലി നമ്മളെ ഒപ്റ്റോമെട്രിസ്റ്റിനെ വിളിക്കുന്ന ആ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെന്തായെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇപ്പൊ നമ്മൾ വിളിക്കുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. സോ അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അതായത് ഇത്തവണ കിട്ടിയില്ലെങ്കിലും എനിക്ക് അടുത്ത തവണയും ഏജ് ലിമിറ്റോ മറ്റ് ബാരിയേഴ്സോ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് അടുത്ത തവണ അപ്പിയർ ചെയ്യാം എന്നുള്ള അല്ലെങ്കിൽ ഈ വർഷം കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത എക്സാമിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇത് തരുന്നുണ്ട്. കൂടാതെ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടീസ് നിങ്ങൾക്ക് ഇൻ കേസ് ഈ PSC കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വിത്തിൻ 6 months തന്നെ RRBയുടെ എക്സാം നിങ്ങൾക്കുണ്ട്. കേരള ഗവൺമെന്റ് എക്സാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് എക്സാം നമ്മുടെ മുന്നിലുണ്ട്.
സോ നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. നമുക്ക് ഗവൺമെന്റിന്റെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കേരള ഗവൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ജസ്റ്റ് എ മൊമെന്റ്. സോ നമുക്ക് നെക്സ്റ്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ RRBയുടെ എക്സാം നമ്മുടെ മുന്നിലുണ്ട്. അതും ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മളെ വിളിക്കാൻ പോകുന്നത്. പിന്നെ പേ സ്കെയിലും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് സർവീസിലേക്ക് കയറുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ എയിം. ഓക്കെ, സോ ആരും ഭയപ്പെടേണ്ട. നമ്മുടെ മുന്നിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റീസ് കൂടുവാണ്, കോമ്പറ്റീഷന് കൂടുവാണ്. സോ നിങ്ങൾ നല്ലൊരു എന്താ പറയാ, ഇപ്പോ ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പൊ എത്തിപ്പെട്ടിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് നമ്മുടെ ഒപ്റ്റോമാസ്റ്റർ പോലുള്ള ബുക്സ് ഒക്കെ നിങ്ങൾ തറവിലി പഠിച്ചില്ലെങ്കിൽ, നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളത് ഡേ ബൈ ഡേ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ആ ഒരു മെയിൻ പേർപ്പസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. സോ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് എ എന്നുള്ള സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. സോ ഈ BCD 4 സെക്ഷൻ ഉണ്ടായത് ഞാനിപ്പോ ഓപ്പൺ അതായത് നിങ്ങൾ മുന്നിൽ ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പോ നിങ്ങൾ ബാക്കിയുള്ള സെക്ഷനിലെ ആൾക്കാർക്ക് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആ പാറ്റേണിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മൾ എക്സാമിന് 2 or 3 തവണ വായിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെ ഉണ്ടാവും ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ അടക്കാം. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്ക്രീൻ വിസിബിൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ക്രീനിൽ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ ബോട്ടം പാർട്ടിൽ നിങ്ങൾക്കൊരു എന്ത് കാണാൻ പറ്റും, ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ആ ഡോട്ട്സിൽ നിങ്ങൾക്ക് Q&A എന്നുള്ളൊരു സെഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇൻകോൾ മെസ്സേജസ് എന്നുള്ളൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഇൻകോൾ മെസ്സേജസ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ചാറ്റ് ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രീ ടു ചാറ്റ് വിത്ത് മീ. ഞാനുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്നതിന് യാതൊരു ഡൗട്ട്സും വേണ്ട. സ്റ്റിൽ ഞാൻ പറയുന്നു, ഇവിടെ ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പോഴും നമ്മൾക്ക് എന്തല്ല കൃത്യമായിട്ട് അതാണെന്ന് ഉറപ്പിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം ഇനിയും എന്ത് ചെയ്തിട്ടില്ല, അത് വളരെ കൃത്യമായിട്ട് ഒരു ആൻസർക്ക് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. സോ അത് പിന്നീടാണ് അത് എന്ത് ചെയ്യാം, അവരുടെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില ക്ലാരിഫിക്കേഷൻസ് ചില ആൻസേഴ്സിന് ക്വസ്റ്റ്യൻസിനൊക്കെ വരാറുണ്ട് നോർമലി. കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്ന ആൻസേഴ്സ് ആണെങ്കിലും ഫൈനലി ചില സമയങ്ങളിൽ അതിലൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഒരു ചെറിയ രീതിയിലുള്ള തിരുത്തലുകൾ വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൻസേഴ്സ് ഒക്കെ ആൻസർ കീ ആയിട്ട് ഇപ്പൊ ഓൾറെഡി ഇട്ട PSCയുടെ ഒരു പാനലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ പാനൽ ഇതിന്റെ ആൻസർ കീയും പുറത്തോട്ടേക്ക് വിടുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ള പബ്ലിക്കിൽ നിന്നും എക്സാം എഴുതിയ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSCക്ക് ക്വസ്റ്റ്യൻസിൽ ഇന്ന ക്വസ്റ്റ്യനിൽ ഇന്ന ആൻസർ തമ്മിൽ മിസ്മാച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആർക്കാണോ അങ്ങനെ അത്രയും ഡൗട്ട്സ് ഉള്ള ആൾക്കാരെങ്കിൽ നമുക്ക് അത്രയും ഷുവർ ആണെങ്കിൽ നമുക്ക് PSCക്ക് എന്ത് ചെയ്യാം, ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഇന്ന ക്വസ്റ്റ്യൻസിന് ഇന്ന ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് ഇന്ന ബുക്കിൽ ഉള്ളത് എന്ന് വെച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ PSC ആ ക്വസ്റ്റ്യനും ആൻസറും ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനെ വെച്ചിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളെ ഭാഗത്താണ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പിന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ കീയിൽ നിന്നും മാറിയിട്ട് അവരെ
ഫൈനൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റി എഴുതാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്ന ഉത്തരങ്ങൾ 100% ഷുവർ ആണെന്ന് നമുക്ക് ഏത് ആൻസർ ബാങ്കിലും പറയാൻ സാധിക്കില്ല. പക്ഷെ 99% ഇത് തന്നെ ആയിരിക്കും ഫൈനൽ ആൻസർ കീ ആയിട്ടും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അതല്ലല്ലോ ഇതല്ലേ കറക്റ്റ് ഇന്ന ബുക്കിൽ അതല്ലേ എന്നുള്ള രീതിയിലുള്ള ഡൗട്ട്സ് ഒന്നും നിങ്ങൾ അധികമായിട്ട് വെക്കാണ്ട് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓരോരോ ആൾക്കാർക്കുമുള്ള PSCയുടെ വെബ്സൈറ്റ് നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ പേജ് ഉണ്ടല്ലോ, ആ ഇൻഡിവിജ്വൽ പേജിൽ നമുക്ക് ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വയറീസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ. So the first question എന്ന് പറയുന്നത് the type of cells found in retina are എന്നുള്ളതാണ്. സോ നമ്മുടെ എന്തൊക്കെ റെറ്റിനൽ സെൽസിന്റെ ടൈപ്സ് താഴെ തന്നതിൽ ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ തന്ന ഓപ്ഷൻസ് പെർക്കിൻജെ സെൽസ്, ഷ്വാൻ സെൽസ്, ന്യൂറോളജിക്കൽ സെൽസ് ആൻഡ് അമാക്രിൻ സെൽസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ആണ് തന്നത്. നമുക്ക് അറിയാമല്ലോ നമ്മുടെ റെറ്റിനൽ സെൽസിൽ വരുന്നത് അമാക്രിൻ സെൽസ് ആണ്. മുള്ളർ സെൽസ്, അമാക്രിൻ സെൽസ് പോലുള്ള സെൽസ് ആണ് മെയിൻലി നമ്മുടെ റെറ്റിനൽ സെൽസ് ആയിട്ട് വരുന്നത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അമാക്രിൻ സെൽസ് ആണ്. ഓക്കെ, നിങ്ങൾ ഇതിലൊന്നും ഡൗട്ട്സ് അധികം വിചാരിക്കേണ്ട. സോ ഈ ഒരു ആൻസർ നമ്മുടെ എഡ്യൂസില് സർ ഓൾറെഡി ഈ ഒരു ടോപ്പിക്ക് റെറ്റിനാലിലെ ടോപ്പിക്ക് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ തന്നെ അമാക്രിൻ സെൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ എഡ്യൂസിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല ക്വസ്റ്റ്യനിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. സോ ദ ഐ ലെൻസ് ഈസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. സോ നമുക്കറിയാം ഇറ്റ്സ് എ ബൈ കോൺവെക്സ് ലെൻസ്. സോ നമ്മുടെ എഡ്യൂസിന്റെ ഒക്ടോമാസ്റ്ററിലെ പേജ് നമ്പർ 1ലും 11ലും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഒക്ടോമാസ്റ്റർ പാർട്ട് 1ൽ ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കൊടുത്തിട്ട് ആൻസറും കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ബൈ കോൺവെക്സ് ലെൻസ്. സോ സർ റെന്നിക് ഇത് ഓൾറെഡി എടുത്തുള്ള ഒരു ആൻസർ തന്നെയാണ്. ഈ ലെൻസ് ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് നമ്മുടെ ഐയിലുള്ളത് എന്നുള്ളത് ബൈ കോൺവെക്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാസോലാക്രിമൽ ഡക്ട് ഓപ്പൺ ഇൻടു എന്നുള്ള ചോദ്യമാണ്. സോ നാസോലാക്രിമൽ ഡക്ട് ഓപ്പൺ ഇൻടു എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ 3-ാം തീയതി നടന്ന നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൂടാതെ നമ്മുടെ ലാക്രിമൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഏതൊക്കെയോ നമ്മൾ എന്താ പറയാ ഇൻ ബിറ്റ്വീൻ നമ്മളെ ഡിസ്കഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. സോ നാസോലാക്രിമൽ ഡക്ട് ഓപ്പൺ ഇൻടു എന്നുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻഫീരിയർ മിയാറ്റസ് എന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സുകളിലും ലൈവ് സെഷനിലും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി എക്സാമിന്റെ തലേ ദിവസം കൂടെ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആൻസറും എന്താ പറയുക ക്വസ്റ്റ്യൻ കണ്ട ഉടൻ എഴുതാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. That is the junction between cornea and sclera is called. So ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും വളരെ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഇതിന്റെ ഓപ്ഷൻസ് വായിക്കപ്പോൾ തന്നെ ആൻസർ പിക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ ലിംബസ് എന്നുള്ളതാണ്. ഇതും നമ്മുടെ ഒപ്റ്റോ മാസ്റ്റർ ബുക്കിൽ പാർട്ട് 1ൽ പേജ് നമ്പർ 14 നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് സ്ക്ലീറ ഈസ് നോൺ ആസ് ദ ലിംബസ് എന്നുള്ളത്. സോ അത് മിസ്റ്റർ റൺ ഓൾറെഡി നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉണ്ടാകും. അത് കോർണിയയുടെ ടോപ്പിക് എടുക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഐയുടെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇനീഷ്യൽ ക്ലാസ്സുകൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ ഓൾറെഡി ഈ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ്. The junction between cornea and sclera is known as limbus. So option D ആയിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Next question, which of the following has non-keratinized squamous epithelium with goblet cells? So ഈ ഒരു ഇത് നിങ്ങൾക്ക് രണ്ട് വഴിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും. ഒന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നമ്മുടെ ഈ ഒരു പാർട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വന്നത് എപ്പിത്തീലിയൽ സെൽസിനെ കുറിച്ചൊക്കെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് ഒക്കെ നടത്തുന്ന സമയത്ത് സെൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് സ്ട്രക്ചറിലാണോ നിങ്ങൾക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ് ഉള്ളത് എന്ന് നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കൺജങ്ക്റ്റീവ ആയിരിക്കും കാണാൻ സാധിക്കുക. സോ കൺജങ്ക്റ്റീവയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇതിൽ
കൺജങ്ക്റ്റൈവയിലാണ് നോൺ കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. Next important question, muscle is responsible for the elevation of upper eyelid. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നമ്മുടെ ഒപ്റ്റോമാസ്റ്റർ ബുക്കിൽ പാർട്ട് 1 പേജ് 3 and 12 ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ റൈൻ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും എഡ്യൂസിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. കൂടാതെ നമ്മൾ എക്സ്ട്രാ മസിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ മസിൽസിന്റെയും ആക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുന്നത് LPS ആണ്. ലിവേറ്റർ പാൽപെബ്രസ് സുപ്പീരിയോസിസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇത് 2 തരത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. എഡ്യൂസിലെ സ്റ്റുഡൻസ് നമ്മൾ എപ്പോഴും ലൈവ് ക്ലാസ്സസ് എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാ മസിൽസിന്റെയും ആക്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ആൻസർ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആക്ഷൻസ് ഓഫ് EOM നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് എഡ്യൂസിലെ സ്റ്റുഡൻസിന് ഓൾറെഡി ക്ലാസ്സുകളിൽ. സോ അങ്ങനെയും അവർക്കത് കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ LPSന്റെ ഒക്കെ ആക്ഷൻ അറിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാമായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് സീൻ അബൌവ് ദ ബോണി ഓർബിറ്റ് എന്നുള്ളതാണ്. സോ ഇതിന്റെ ക്ലാസ് ഓൾറെഡി ഓർബിറ്റ് എന്നുള്ള ഒരു സെക്ഷനിൽ എഡ്യൂസിലെ സ്റ്റുഡൻസിന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ആന്റീരിയർ ക്രേനിയൽ ഫോസ എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ഏത് സ്ട്രക്ചർ ആണ് ബോണി ഓർബിറ്റിന് മേലെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള നമ്മുടെ ഈ ക്വസ്റ്റ്യന് നമ്മൾ എഡ്യൂസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓർബിറ്റ് എന്നുള്ളൊരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ റീസെന്റ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. സോ കുട്ടികൾ അത് വെച്ചിട്ട് അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുവാണ്. ആന്റീരിയർ ക്രേനിയൽ ഫോസ എന്നുള്ള ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. So the next question is the fluid between the retina and the lens is called. So option vitreous humor, humors, option C aqueous humor, and option D synovial fluid. So in all optional option A, അതായത് വിട്രിയസ് ഹ്യൂമർ ആയിരുന്നു കറക്റ്റ് ആൻസർ. ദ ഫ്ലൂയിഡ് ബിറ്റ്വീൻ റെറ്റിന ആൻഡ് ദ ലെൻസ് ഈസ് കോൾഡ് ദ വിട്രിയസ് ഹ്യൂമർ. സോ മിസ്റ്റർ റൈൻ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സിൽ ഓൾറെഡി ഈ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഓരോരോ ഫ്ലൂയിഡ്സും, അതായത് അക്വസ് ഹ്യൂമർ എങ്ങനെയാണ്, വിട്രിയസ് ഹ്യൂമർ എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ അതിന്റെ പ്ലേസ്മെന്റ് എവിടെ, ഏത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഏത് പാർട്ടുമായിട്ടാണ് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ സാർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്യൂസിലെ സ്റ്റുഡൻസിന്. സോ നിങ്ങൾക്ക് എഡ്യൂസിൽ സ്റ്റുഡൻസിനാവട്ടെ നോർമലി ഔട്ട്സൈഡ് എഡ്യൂസ് ആരെയുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഒപ്റ്റോമെട്രിയിൽ സെക്കൻഡ് ഇയർ മുതൽ തന്നെ നമ്മൾ, അതായത് നമ്മൾ അനാറ്റമി ഓഫ് ഐ പഠിക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും റിക്കറന്റ് ആയിട്ട് യൂസ് ചെയ്യും പഠിക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വിട്രിയസ് ഹ്യൂമറിന്റെ പ്ലേസ്മെന്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചർ വൈസ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഒപ്റ്റിക് നെർവ് ഇഞ്ചുറി എന്നുള്ളതാണ്. സോ ഇത് എല്ലാവർക്കും ഒരു കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി ഒപ്റ്റിക് നെർവിനെ കുറിച്ചുള്ള ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഡ്യൂസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദ ഓപ്ഷൻസ് വരുന്നത് ഇൻട്രാ ക്രാനിയൽ, ഇൻട്രാ ഓർബിറ്റൽ, ഇൻട്രാ കനാലിക്കുറ ആൻഡ് ഇൻട്രാ മിയാറ്റൽ എന്നുള്ളതാണ്. സോ ഇതിൽ ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് ഇൻട്രാ കനാലിക്കുലാർ എന്നുള്ളത്. സോ നമ്മൾ ഈ ഒപ്റ്റിക് നെർവ് ഇഞ്ചുറീസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പറയാന്ന് വെച്ചാൽ നമ്മൾ എന്നെന്ന ഇഞ്ചുറീസ് ആണ് മെയിൻലി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എന്താ പറയാ, ഒക്കുലാർ ഇഞ്ചുറീസ് എന്നുള്ള സെക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു, ഒപ്റ്റിക് നെർവ് എന്നുള്ള സെക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു. സോ 2 സെഷനിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ
ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ബുക്കിൽ അത് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. കാരണം നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു പോയ പോയിന്റ്സ് ഒരു പോയിന്റ് ആണ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഒപ്റ്റിക് നെർവ് ഇഞ്ചുറി എന്നുള്ളത് ഏതാണെന്ന്. ആൻസർ ഇൻട്രാ കനാലിക്കുലർ എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ആരും തന്നെ നമ്മളിൽ തെറ്റിക്കാൻ തീരെ സാധ്യതയില്ല എന്നുള്ളതാണ്. കൂടാതെ ഇതിൽ വേറൊരു കൺഫ്യൂഷൻ ഫാക്ടർ ഇതിൽ വരാൻ സാധ്യതയില്ല. സോ ദ സ്നെല്ലൻ ചാർട്ട് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് വന്നത് വിഷൻ, റിഫ്രാക്ഷൻ, കളർ ബ്ലൈൻഡ്നസ്, പ്രെസ്ബയോപ്പി എന്നുള്ള 4 ഓപ്ഷൻസ് ആയിരുന്നു വന്നത്. സോ ഇഡ്യൂസിൽ നമ്മുടെ ഫസാന മാമും ഞാൻ മിസ്റ്റർ റൈൻ നമ്മൾ 3 പേരും നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നൊരു പോയിന്റ് ആയിരുന്നു വിഷൻ അനാലിസിസ് എങ്ങനെ നമ്മൾ ചെയ്യാൻ, വിഷൻ ടെസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യണം, ഓരോ ഏജ് ഗ്രൂപ്പിനുള്ള എന്തൊക്കെ ചാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യണം. സോ സ്നെല്ലൻ ചാർട്ടിന്റെ ഡീറ്റെയിലിംഗ് നമ്മുടെ ഒപ്റ്റോ മാസ്റ്റർ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ പേജ് നമ്പർ 135 22 എന്നുള്ള പേജ് നമ്പറിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ് പാർട്ട് 1. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വിഷൻ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഈജിപ്ഷ്യൻ ഒഫ്താൽമി ഈസ് കോസ്ഡ് ബൈ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 3-ാം തീയതി നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് അനാലിസിസിലും കൂടാതെ സിജി മാമിന്റെ ക്ലാസ്സിലും ഇത് ഓൾറെഡി എഡ്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈജിപ്ഷ്യൻ ഒഫ്താൽമി എന്നുള്ള ഈ ക്വസ്റ്റ്യൻ. സോ ഈജിപ്ഷ്യൻ ഒഫ്താൽമി ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഇസ് ഹീമോഫിലസ് ഈജിപ്റ്റസ്. ഓക്കെ, ഹീമോഫിലസ് ഈജിപ്റ്റസ് എന്നുള്ള ആയിരുന്നു ഈജിപ്ഷ്യൻ ഒഫ്താൽമിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്നുള്ളത്. കൂടാതെ 3-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഈജിപ്ഷ്യൻ ഒഫ്താൽമി എന്ന് പറയുമ്പോൾ ഇവിടെ തന്ന ഈ ഈജിപ്റ്റിക്കസ് എന്നുള്ള വേർഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്തുകൂടെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു ടിപ്പ് കൂടെ അന്ന് ഞാൻ ക്ലാസ്സിൽ ഞാനായിരുന്നു 3-ാം തീയതി നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ് ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തത്. സോ അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് ഹീമോഫിലസ് ഈജിപ്റ്റിക്കസ് ആയിരുന്നു ഈജിപ്ഷ്യൻ ഒഫ്താൽമിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലീഡിംഗ് ഇൻഫെക്ഷ്യസ് കോസ് ഓഫ് ബ്ലൈൻഡ്നസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ളത്. സോ നമ്മുടെ കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി എടുത്തപ്പോഴ് എഡ്യൂസിൽ അന്ന് ഈ കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഒപ്റ്റോമെട്രി ഞാനായിരുന്നു നിങ്ങൾക്കൊരു ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ലീഡിംഗ് ഇൻ കോസസ് ഓഫ് ബ്ലൈൻഡ്നസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇൻഫെക്ഷ്യസ് കോസ് ഓഫ് ബ്ലൈൻഡ്നസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ക്വസ്റ്റിന് ആൻസർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിജി മാമിന്റെ ഒരു ക്ലാസ്സിലും മാമും ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആൻസർ ഡീറ്റെയിൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ട്രക്കോമ ആയിരുന്നു. സോ ട്രക്കോമയാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ട്രക്കോമ ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ ദ ലീഡിംഗ് ഇൻഫെക്ഷ്യസ് കോസ് ഓഫ് ബ്ലൈൻഡ്നസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രക്കോമ ആണ്. സോ ഐ തിങ്ക് എഡ്യൂസിലെ കുട്ടികളൊക്കെ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഫോളോ ചെയ്ത് പഠിച്ചു വന്ന കുട്ടികൾ അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുവാണ്. കാരണം അത് എന്താ പറയുക, നമ്മൾ ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അക്യൂട്ട് ഹെമറേജിക് കൺജങ്ക്റ്റിവൈറ്റിസ് കോസ്ഡ് ബൈ എന്നുള്ളതായിരുന്നു ചോദ്യം. സോ ഇതിന്റെ ആൻസർ സിജി മാം എഡ്യൂസിൽ ഓൾറെഡി നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാമിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഇതിന്റെ ആൻസർ എൻട്രോവൈറസ് 70 ആണ്. ഓക്കെ, ഓപ്ഷൻ എ എൻട്രോവൈറസ് 70 ആണ് അക്യൂട്ട് ഹെമറേജിക് കൺജങ്ക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും നിങ്ങളുടെ മാമിന്റെ ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച കുട്ടികൾക്ക് എഡ്യൂസ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുവാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് കോമൺ ഒക്കുലർ ഫൈൻഡിങ് ഇൻ മലേറിയ ഈസ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റെറ്റിനൽ ഹെമറേജ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി റെറ്റിനൽ ഹെമറേജ് ആണ് ദ മോസ്റ്റ് കോമൺ ഒക്കുലർ ഫൈൻഡിങ് ഇൻ മലേറിയ എന്നുള്ളത്. സോ ചെറിയൊരു കോൺട്രവേഴ്സി സി ആണോ ബി ആണോ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഫൈനലൈസ് ചെയ്തിട്ട് ആൻസർ വന്നിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. സോ കെരറ്റൈറ്റിസ് ആണോ റെറ്റിനൽ ഹെമറേജ് ആണോ എന്നുള്ള ചെറിയ കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ അപ്പോൾ ഫൈനലായിട്ട് നമ്മളതിൽ ഇപ്പൊ വന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റെറ്റിനൽ ഹെമറേജ് തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ ഇതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ
Q&A സെഷൻ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്പൺ ആണ്, ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. സോ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു ക്വയറീസ് ഒക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാവുന്നതാണ്. ആർക്കും ഇവിടെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വയറീസോ ഇടാവുന്നതാണ്. മാക്സിമം നമ്മൾ ഇന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു തരാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂണിലാറ്ററൽ പെയിൻലെസ് കൊറിയോറെറ്റിനൽ ഗ്രാനുലോമ ഇസ് ദ മോസ്റ്റ് കോമൺ ഫൈൻഡിങ് ഓഫ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് ഒക്കുലർ ലാവ മൈഗ്രാൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ യൂണിലാറ്ററൽ ആയിട്ട് വരുന്ന പെയിൻലെസ് കൊറിയോറെറ്റിനൽ ഗ്രാനുലോമ ഏത് കണ്ടീഷനിലാണ് മോസ്റ്റ് പ്രോബബിളി ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. ഒക്കുലർ ലാവ മൈഗ്രാൻസ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് മൈക്കോട്ടിക് കെരൈറ്റിസ് കോമൺലി കോസ്ഡ് ബൈ എന്നുള്ളതായിരുന്നു ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ 3-ാം തീയതി നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. സെയിം ഓപ്ഷനോടുകൂടി, ഓപ്ഷൻസിൽ കൂടെ വ്യത്യാസമില്ല, അത് ഓപ്ഷനിലെ ആ ഒരു കോഡ് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ട് ഇത്തവണ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ അന്ന് എയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു എന്റെ ആൻസർ. ഇപ്പൊ നമുക്ക് ഡിയിലാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ആസ്പെർജില്ലസ് എന്നുള്ള ഓപ്ഷൻ വന്നത് എന്നല്ലാതെ കണ്ട് ഇതിന്റെ ക്വസ്റ്റ്യനോ അതിൽ വന്ന ഓപ്ഷൻസിന് ഒന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. സോ നമ്മൾ 3-ാം തീയതി നമ്മൾ നടന്ന ലൈവ് സെഷന്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഡിസ്കഷൻ ടൈമിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആസ്പെർജില്ലസ് ആണ് കേട്ടോ. മൈക്കോട്ടിക് കെരൈറ്റിസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഈസ് നെഗറ്റീവ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ മൈക്രോബയോളജി പാർട്ടിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി എഡ്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ Q&Aയിലൊക്കെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് അൻസർ സാർ നിങ്ങളുമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ആള് ക്ലാസ് എടുത്തിട്ട് മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ദ നെഗറ്റീവ് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്യാപ്സ്യൂൾ എന്നുള്ളതാണ് ആൻസർ. അതായത് ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് ഗ്രാംസ് അയോഡിൻ ആക്ട് ആസ് ഡാഷ് ഇൻ ഗ്രാം സ്റ്റെയിനിങ് എന്നുള്ളതാണ്. സോ ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഗ്രാംസ് അയോഡിൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോ ഇതും ആൻസർ സർ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സിൽ എടുത്തു തന്നിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മോർഡന്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. മോർഡന്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ ദ എനേറോബിക് കണ്ടീഷൻ ഇൻ ഗ്യാസ് പാക്ക് സിസ്റ്റം ഇസ്. സോ നമ്മുടെ ഗ്യാസ് പാക്ക് സിസ്റ്റത്തിലെ അനേറോബിക് കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മെത്തിലീൻ ബ്ലൂ ആണ്. ഓക്കെ, സോ റെഡ്യൂസ്ഡ് മെത്തിലീൻ ബ്ലൂ എന്ന ഓപ്ഷൻ എ ആണ് ഗ്യാസ് പാക്ക് സിസ്റ്റത്തിൽ അനേറോബിക് കണ്ടീഷനിൽ ഗ്യാസ് പാക്ക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the three components of polymerase chain reaction involves all except. സോ ഏതൊക്കെ കോമ്പോണൻസ് ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായത്. സോ ഗോപിക മിസ് ഓൾറെഡി ഇത് എഡ്യൂസിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ബ്ലോട്ടിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ത്രീ കോമ്പോണൻസ് ഓഫ് PCR വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ DNA എക്സ്ട്രാക്ഷൻ, ആംപ്ലിഫിക്കേഷൻ ആൻഡ് ജെൽ ഡോക്യുമെന്റേഷൻ ആണ്. സോ വരാത്തത് എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് എന്നുള്ളതാണ്. സോ ഇത് ഗോപിക മിസ് ഓൾറെഡി നിങ്ങൾക്ക് എഡ്യൂസിൽ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് which of the following is the test for the visual acuity? ഡിസ്റ്റൻസ് വിഷൻ യൂസ് ചെയ്യുന്ന വിഷ്വൽ അക്യൂട്ടി ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഓൾറെഡി നമ്മൾ എല്ലാവരും എന്താ പറയാ റിക്കറന്റ് ആയിട്ട് എപ്പോഴും പറഞ്ഞിട്ടും നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്നെൽ ആൻഡ് ഷാർപ്പ് ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വിഷ്വൽ അക്യൂട്ടി ആർ എക്സെപ്റ്റ് എന്നുള്ളതാണ്. സോ ഇതും നിങ്ങൾക്ക് സ്ലൈറ്റ്ലി ഒരു കോൺട്രവേഴ്സി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ ഇതിൽ ഓപ്ഷൻസ് വന്നത് സ്റ്റിമുലസ് ഫാക്ടേഴ്സ്, റെറ്റിനൽ ഫാക്ടേഴ്സ്, ഒപ്റ്റിക്കൽ ഫാക്ടേഴ്സ്, സിസ്റ്റമിക് ഫാക്ടേഴ്സ് എന്നുള്ള 4 ഓപ്ഷൻസ് ആണ്. സോ നമ്മുടെ ഒക്ടോമാസ്റ്റർ ബുക്കിൽ പാർട്ട് 1 പേജ് നമ്പർ 21 നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് സിസ്റ്റമിക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. സോ നമ്മൾ എന്തുകൊണ്ടാണ് സിസ്റ്റമിക് ഫാക്ടേഴ്സ് എടുത്തത് എന്ന് വെച്ചാൽ നമ്മുടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് നമ്മുടെ ഓപ്ഷനിൽ ഉള്ളതിൽ നമ്മൾ അതാണ് ആൻസർ ആയിട്ട് എടുക്കുക. സോ ഇതിൽ കൂടുതലായിട്ടും ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന വിഷ്വൽ അക്യൂട്ടിയെ കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ഫാക്ടേഴ്സും റെറ്റിനൽ ഫാക്ടേഴ്സും ഒപ്റ്റിക്കൽ ഫാക്ടേഴ്സും ആയതുകൊണ്ട് തന്നെയാണ് സിസ്റ്റമിക് ഫാക്ടേഴ്സ് ഇതിൽ ആൻസർ ആയിട്ട് നമ്മളിപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി എടുത്തിട്ടുള്ളത് കേട്ടോ.
So next question, which of the following denote a person suffering from partial color blindness? So നമുക്കറിയാം partial color blindness ഉള്ള ഒരു പേഴ്സണെ നമ്മൾ പറയുന്ന പേരാണ് ഡ്യൂട്രനോമലി എന്ന് പറയുന്നത്. സോ റെൻ സാർ ഓൾറെഡി മിസ്റ്റർ റെൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഓൾറെഡി കളർ വിഷനെ കുറിച്ചുള്ള ഈ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒപ്റ്റോമാസ്റ്റർ ബുക്കിൽ പാർട്ട് 1 പേജ് നമ്പർ 82 ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കൊടുത്തിട്ടും ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് റെഡ്യൂസ്ഡ് കുട്ടികൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിക്കുവാണ്. നെക്സ്റ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. സോ അക്വസ് ഹ്യൂമർ പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇത് എന്താ പറയാ, സിജി മാം ഒക്കെ ഓൾറെഡി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത, മിസ്റ്റർ റെന്നൊക്കെ ഓൾറെഡി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചും പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഏറ്റവും ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ എന്താ പറയാ, എപ്പോഴും നമ്മൾ അക്വസ് ഹ്യൂമർ ആയിട്ടും അതിന്റെ ഡ്രഗും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിന്റെ വൺ ഓഫ് ദ മേജർ പാർട്ട് എന്ന് പറയുന്നത്. സോ ആൻസർ സീരിയറി പ്രോസസ് ആണെന്ന് നിങ്ങൾ ഓൾറെഡി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും. നെക്സ്റ്റ് ഈസ് അക്വസ് ഹ്യൂമർ അൾട്ടിമേറ്റ്ലി ഡ്രെയിൻ ഇൻ ടു എപ്പിസ്ക്ലീറൽ വെയിൻ ത്രൂ ഏതാണ്? സോ നമ്മൾ എന്താണ് നമ്മുടെ ഗ്ലോക്കോമ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സിജി മാം ഓൾറെഡി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ റെൻ ഓൾറെഡി നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒപ്റ്റോമാസ്റ്റർ ബുക്കിൽ പേജ് നമ്പർ 83 ഈ ക്വസ്റ്റ്യനെ അതുപോലെ നമ്മൾ കൊടുത്തിട്ടും ഉണ്ട്. സോ ആൻസർ ഷ്രംസ് കനാൽ അല്ലെങ്കിൽ കനാൽ ഓഫ് ഷ്രംസ് എന്നുള്ളതാണ്. സോ ഷ്രംസ് കനാൽ അല്ലെങ്കിൽ കനാൽ ഓഫ് ഷ്രംസ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. നെക്സ്റ്റ്, ദ കംപ്ലീറ്റ് ടേൺ ഓവർ ഓഫ് അക്വസ് ഹ്യൂമർ ടേക്സ് പ്ലേസ് വിത്തിൻ എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അബൌട്ട് 1 hour ആണ്. ഏകദേശം 1 hour കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള അക്വസ് ഹ്യൂമറിന്റെ ടേൺ ഓവർ നടക്കുന്നത്. അതായത് ആ ഒരു പഴയത് പോയി പുതിയ അക്വസ് ഹ്യൂമർ നടന്ന് അതിന് വർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു പാത്വേയിലൂടെ നടക്കുന്നത് വിത്തിൻ 1 hourലാണ് നടക്കുക. അതാണ് ടേൺ ഓവർ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എന്താ പറയാ എളുപ്പമായിരിക്കും, ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണ ഒരു ചോദ്യമാണിത്. ദാറ്റ് ഇസ് അബ്നോർമൽ IOP, ഇൻട്രാഓക്കുലർ പ്രഷർ ക്യാൻ ബി സീൻ ഇൻ ഓൾ എക്സെപ്റ്റ്. ഏത് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എന്നാ ചോദിച്ചത്. അതായത് അബ്നോർമൽ IOP കാണാൻ സാധിക്കാത്ത കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇതിലുള്ള ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും, കൺജങ്ക്റ്റിവൈറ്റിസ് ആയിരിക്കും. Next, the vertical and horizontal movement of the eyeball made from the mid position of the gaze. അതായത് horizontal and vertical and horizontal movement in eyeball ഒരു mid position of gaze-ൽ നിന്ന് നടക്കുന്നതിന് എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അതാണ് നമ്മുടെ കാർഡിനൽ മൂവ്മെന്റ്സ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി XYZ പ്ലെയിൻസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെന്റ്സിനൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കാർഡിനൽ മൂവ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the physical changes occurs in these structures during accommodation excepting. സോ നമ്മുടെ 3-ാം തീയതി നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ മാത്രം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദീസ് സ്ട്രക്ചേഴ്സ് ഡ്യൂറിങ് അക്കോമഡേഷൻ എക്സെപ്റ്റിംഗ് എന്നുള്ള ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ ഈ ഓപ്ഷൻസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അന്ന് നമ്മൾ ഓരോ സ്ട്രക്ചറും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് തന്നെ ഈ ഓപ്ഷൻ എ മീഡിയൽ റെക്ടസ് മസിൽ, ഓപ്ഷൻ ബി ഐറിസ്, ഓപ്ഷൻ സി ക്രിസ്റ്റലൈൻ ലെൻസ്, ഓപ്ഷൻ ഡി കോർണിയ എന്നത് അക്കോമഡേഷനുമായിട്ട് ഒരു ഫിസിക്കൽ ചേഞ്ച് വരാത്ത പാർട്ട് എന്നുള്ളത് ഓപ്ഷൻ ഡി കോർണിയ ആണ്. ഓക്കെ, the next question is first and foremost advantages of binocular vision is എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനും ചെറിയൊരു കോൺട്രവേഴ്സി ചില ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്ഷൻ എ സിംഗിൾ വിഷൻ ആണോ, ഓപ്ഷൻ ബി സ്റ്റീരിയോപ്സിസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഫൈനലി അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ സിംഗിൾ വിഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, so the next question is which of the following drug is used topically, അതായത് as an eye ointment in herb simplex type 1 keratitis. So type 1 keratitis നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി വൈറൽ മെഡിസിൻ ഏതാണെങ്കിൽ ഐ ഓയിൻമെന്റ് ടോപ്പിക്കൽ മെഡിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസൈക്ലോവിർ ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി അസൈക്ലോവിർ ആണ് വരിക.
അതായത് മോസ്റ്റ് പ്രോബബിലി നമ്മൾ ടോപ്പിക്കലി കൊടുക്കുന്ന ഒരു ആന്റിവൈറൽ എന്ന് പറയുന്ന അസൈക്ലോവിർ ആണ് കേട്ടോ. അതായത് മോസ്റ്റ് പ്രോബബിലി, അങ്ങനെ ഞാൻ പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും കൊടുക്കില്ലെന്ന് ഞാൻ പറയുന്നതേ ഇല്ല. ബട്ട് പ്രോബബിലി നമ്മൾ കൊടുക്കുന്നത് അസൈക്ലോവിർ ആയിരിക്കും. ഓയിൽ ഓയിൻമെന്റ് ആയിട്ട്, ടോപ്പിക്കൽ ഓയിൽ ഓയിൻമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അസൈക്ലോവിർ വേരിയൻസ് ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ആന്റി ട്യൂബർകുലോസിസ് ഡ്രഗ് എമംഗ് ദ ഫോളോയിങ് പ്രൊഡ്യൂസസ് റെട്രോബൾബാർ ന്യൂറൈറ്റിസ്. അതായത് നമ്മുടെ ഒപ്റ്റിക് നെർവിനെ കുറിച്ചിട്ടുള്ള, ഒപ്റ്റിക് നെർവിന്റെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ലെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആൻസർ എന്നുള്ളത്. ഏത് ആന്റി ട്യൂബർകുലോസിസ് ഡ്രഗ് ആണ് റെട്രോബൾബാർ ന്യൂറൈറ്റിസിന് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്താംബ്യൂട്ടോൾ എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എത്താംബ്യൂട്ടോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീറ്റാ ബ്ലോക്കർ നോട്ട് യൂസ്ഡ് ടോപ്പിക്കലി ഫോർ ഗ്ലോക്കോമ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സിജി മാം ഓൾറെഡി ഡ്യൂസിൽ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഒരു ഗ്ലോക്കോമ ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് എടുത്തപ്പോൾ അന്ന് നമ്മൾ ബീറ്റാ ബ്ലോക്കർ ഡ്രഗിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് നമ്മൾ ആൻസർ ആയിട്ടല്ല, നമ്മൾ എല്ലാ ഡ്രഗിനെ കുറിച്ചും, ഡ്രഗ്സിന്റെ പേര്, അതായത് അതിന്റെ ക്ലാസിഫിക്കേഷനും ഡ്രഗ്സിന്റെ എക്സാമ്പിളും പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഇതും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെലിപ്രോലോൾ ആണ്. ഓപ്ഷൻ സി സെലിപ്രോലോൾ ആണ് ബീറ്റാ ബ്ലോക്കർ അല്ലാത്ത ഡ്രഗ്. സോ അന്ന് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗ്ലോക്കോമ ക്ലാസ് ഞാൻ പറഞ്ഞത് ബീറ്റാ ബ്ലോക്കറിന്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇന്ന് ചോദിച്ചത് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ്. സോ അന്നത്തെ ഏതൊക്കെ ബീറ്റാ ബ്ലോക്കർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാത്തത് നോക്കി എഴുതാമല്ലോ. സോ ആ തരത്തിൽ നിങ്ങൾക്ക് ഈ ആൻസർ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത ആൻസർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, glucocorticoid which is not usually given as IV injection. So IV injection നമ്മൾ കൊടുക്കാത്ത ഏത് മെഡിക്കേഷൻ ആണ് ഗ്ലൂക്കോകോർട്ടിക്കോൾ ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ IV കൊടുക്കാത്തത് പ്രെഡ്നിസോളോൺ ആണ്. അല്ലെങ്കിൽ പ്രെഡ്നിസോൾ ആണ് നമ്മൾ IV ഇഞ്ചക്ഷനിൽ കൊടുക്കാത്തത്. സോ നമ്മൾ IV എന്ത് ചെയ്യാറില്ല, പ്രെഡ്നിസോളോൺ കൊടുക്കാറില്ല. IV അല്ല, ഇൻട്രാവിട്രിയൽ ആണ് കേട്ടോ. വീനസ് അല്ല, ഇൻട്രാവിട്രിയൽ ആയിട്ട് നമ്മൾ കൊടുക്കാത്തത് പ്രെഡ്നിസോളോൺ ആണ്. സോ ഓക്കെ, നമ്മളത് ഓറലി കൊടുക്കാറുണ്ട്, അതേപോലെ ടോപ്പിക്കലിയും നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻട്രാവിട്രിയൽ നമ്മൾ പ്രെഡ്നിസോളോൺ ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല. ഓക്കെ, പ്രെഡ്നിസോളോൺ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാറില്ല, നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട്, ടാബ്ലറ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്, അതേപോലെ ടോപ്പിക്കൽ ആയിട്ടുള്ള സ്റ്റിറോയിഡ് ആയിട്ട് നമ്മൾ ഡ്രോപ്സ് ആയി, ഡ്രോപ്പ് ഫോർമേഷൻ നമ്മളും കൊടുക്കാറുണ്ട്. പക്ഷെ ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് പ്രെഡ്നിസോളോൺ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂസ്ഡ് ടോപ്പിക്കലി ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലോക്കോമ. സോ നമ്മൾ ടോപ്പിക്കലി നമ്മൾ കൊടുക്കാത്ത ഡ്രഗ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ ഗോപിക മിസ്സും സിജി മാമും നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഡ്രഗാണ് താഴെ നമ്മൾ തന്നതിൽ ടോപ്പിക്കലി നമ്മൾ ഗ്ലോക്കോമ മെഡിക്കേഷനിൽ യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസെറ്റാസോളമൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, നമ്മൾ ടോപ്പിക്കലായിട്ട് കൊടുക്കാത്ത മെഡിക്കേഷൻ എന്ന് പറയുന്നത് അസെറ്റാസോളമൈഡ് ആണ്. നമ്മൾ ഓറലിയാണ് അസെറ്റാസോളമൈഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ocular hypotensive drug do not reduce aqueous secretion. സോ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്ലോക്കോമ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതായത് അക്വസ് ഹ്യൂമറിന്റെ സെക്രീഷൻ റെഡ്യൂസ് ചെയ്യാതെ ഏത് ഡ്രഗ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഒക്കുലർ ഹൈപ്പോടെൻസീവ് ഡ്രഗ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് വരുന്നത്. നമ്മൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കോഡോട് കൂടി നമ്മളന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ അക്വസിന്റെ സെക്രീഷൻ റെഡ്യൂസ് ചെയ്യാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആൻസർ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്പിഫ്രൈൻ എന്താണെന്നാണ്. ഡിപ്പിഫ്രൈൻ എന്ത് ടൈപ്പ് ഓഫ് ഡ്രഗ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് സിജി മാം ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണ്. ഇറ്റ്സ് എ പ്രോ ഡ്രഗ് ഓഫ് അഡ്രിനാലിൻ. സോ അഡ്രിനാലിൻ ഒരു പ്രോ ഡ്രഗിന്റെ പേരാണ് ഡിപ്പിഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്പിഫ്രിൻ എന്ന് പറയുന്നത് അഡ്രിനാലിന്റെ ഒരു പ്രോ ഡ്രഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് നോട്ട് യൂസ്ഫുൾ ഇൻ ഗ്ലോക്കോമ. സോ ഗ്ലോക്കോമയിൽ യൂസ്ഫുൾ അല്ലാത്ത ഡ്രഗ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
സോ നമുക്ക് 4 ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഡ്രഗിന് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡ്രഗാണ് ആൻസർ. അതായത് എട്രോപ്പിൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി എട്രോപ്പിൻ ആണ് ഇതിന്റെ ആൻസർ. Next question, one of the following is not an advantages of topical beta blocker over myotics in glaucoma. അതായത് താഴെ തന്നതിൽ ഏതൊരു പോയിന്റ് ആണ് നമ്മുടെ ടോപ്പിക്കൽ ബീറ്റ ബ്ലോക്കറിനെയും മയോട്ടിക്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബീറ്റ ബ്ലോക്കറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തതെന്നാണ് ചോദ്യം. അതായത് ഈ ഒരു ക്ലാസ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്ലോക്കോമ എന്നുള്ള ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഡെമിനേഷൻ ഓഫ് വിഷൻ ഇൻ ഡിം ലൈറ്റ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീസ്റ്റ് സൈക്ലോപ്ലേജിക് മിഡ്രിയാട്രിക് എമംഗ് ദ ഫോളോയിങ് ഈസ്. സോ ഏതാണ് ലീസ്റ്റ് സൈക്ലോപ്ലേജിക് മിഡ്രിയാട്രിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ അട്രോപ്പിൻ, ഓപ്ഷൻ ബി ഹോമട്രോപ്പിൻ, ഓപ്ഷൻ സി ട്രോപ്പിക്കമിഡ് ആൻഡ് ഓപ്ഷൻ ഡി ഫിനൈലോഫ്രിൻ. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഫിനൈലോഫ്രിൻ ആണ്. സോ ഓക്കെ, മിസ്റ്റർ റെൻ ഓൾറെഡി ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സൈക്ലോപ്ലേജിക് ഡ്രഗ്സ് എന്നുള്ളത്, മിഡ്രിയാട്രിക് എഫക്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ സർ ഓൾറെഡി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ആൻസർ നിങ്ങൾ വളരെ എളുപ്പത്തിൽ കൺഫ്യൂഷൻസ് ഇല്ലാതെ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ഫിനൈലോഫ്രിൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈച്ച് ലെറ്റർ ഇൻ സ്നെല്ലൻ ചാർട്ട് സബ്റ്റൻഡ് an angle of how many minutes at nodal point of time? Sorry, just so already മിസ്റ്റർ റെന്നും ഫർസാന മിസ്സും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സ്നെല്ലൻ ചാർട്ടിന്റെ ആ ഒരു ആംഗിളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 5 minutes ഓഫ് ആർക്ക് എന്നുള്ളെങ്കിൽ ആ 5 minutes എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ ഫോർ ടെസ്റ്റിംഗ് വിഷ്വൽ അക്യൂറ്റി ഫ്രം 6 meters ഈസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ 6 meters നമ്മുടെ ഐഡിയൽ ഡിസ്റ്റൻസ് ആയിട്ട് 20 feet അല്ലെങ്കിൽ 6 meter എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾക്ക് വരാം. അതിന്റെ ആൻസർ ഒപ്റ്റിക്കൽ ഇൻഫിനിറ്റി ആണെന്ന് ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് നിങ്ങളെടുത്ത് നമ്മൾ ഈ ഡിസ്കഷൻ സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളെടുത്ത് കുറച്ച് ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നല്ല, ഞാൻ അത് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ലെവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്റ്റിക്കൽ ഇൻഫിനിറ്റി എന്നുള്ളൊരു വേർഡായിരുന്നു ഞാൻ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്തുകൊണ്ട് 6 meter യൂസ് ചെയ്യുന്നു എന്നതിന്റെ ആൻസർ ആയിട്ട് ഒപ്റ്റിക്കൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സോ ഐ തിങ്ക് നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കറക്റ്റ് ആൻസർ നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് പ്രിഫേർഡ് ടു ഡിറ്റർമൈൻ ദ വിഷ്വൽ അക്യൂറ്റി ഇൻ പ്രീ സ്കൂൾ ചിൽഡ്രൻ. സോ നമ്മൾ ഓൾറെഡി ഫർസാന മാമക്ക് നിങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ വിഷ്വൽ അക്യൂറ്റി ടെസ്റ്റുകളും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ എ ബുക്ക് ആൻഡ് ബീറ്റ് ടെസ്റ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റ് ഒക്കെ എന്തിനു യൂസ് ചെയ്യുന്നു നോക്കിയാൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുവാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നിയർ വിഷൻ ടെസ്റ്റിംഗ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഓക്കെ, സോ ഇത് ഓൾറെഡി മിസ്റ്റർ റെൻ നിങ്ങളുമായിട്ട് നിയർ വിഷൻ ചാർട്ടിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫർസാന മിസ് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിയർ വിഷൻ ടെസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ചെയ്യണം, എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ പ്രീ റിക്വസൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സംസാരിച്ച സമയത്ത് വന്നിട്ടുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടെസ്റ്റഡ് ഇൻ എ റൂം വിത്ത് ഡിം ലൈറ്റ് എന്നുള്ളതല്ല, ടെസ്റ്റഡ് ഇൻ എ റൂം വിത്ത് വെൽ ഇലുമിനേറ്റഡ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് അന്ന് മാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. Next question, Ishihara color vision test is used to detect which type of color blindness. So color vision ടെസ്റ്റിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഓൾറെഡി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ റെൻ ഓൾറെഡി നിങ്ങളുടെ ഈ ഇഷിഹാര ചാർട്ടൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഒപ്റ്റോമാസ്റ്റർ ബുക്കിൽ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ
44 നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് യൂസ് ചെയ്യുന്നതാണ് ഇഷിഹാര ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടംബ്ലിംഗ് എ ചാർട്ട് യൂസ്ഡ് ഫോർ ദ ടെസ്റ്റിംഗ് വിഷ്വൽ അക്യൂട്ടി ഈസ് പ്രിഫേർഡ് ഫോർ. സോ ഏത് ടെസ്റ്റ് അല്ലെങ്കിൽ വിഷ്വൽ അക്യൂട്ടിയുടെ എന്ത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടംബ്ലിംഗ് ഈ ചാർട്ട് യൂസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഇതിന്റെ, ഓപ്ഷൻ എ ആൻഡ് ബി, അതായത് ഇല്ലിറ്ററേറ്റ് പേഷ്യൻസ് ആൻഡ് പ്രീ സ്കൂൾ ചിൽഡ്രൻ. സോ നമുക്കിവിടെ ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഓപ്ഷൻ എയും ബിയും കൂടി ചേർന്നിട്ടുള്ള കറക്റ്റ് ആൻസർ എന്നുള്ള ഓപ്ഷൻ സി ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടിയിരുന്നത്. അതായത് ഇലിറ്ററേറ്റ് പേഷ്യന്റ് പ്രീ സ്കൂൾ ചിൽഡ്രനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ എ ബബിൾ ചെയ്താലും ബി ബബിൾ ചെയ്താലും ഉത്തരം ശരിയാണെങ്കിലും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ നമ്മൾ ഇതും നമ്മളെ 3-ാം തീയതിയുള്ള ലൈവ് സെഷനിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ചില ഓപ്ഷൻസും നിങ്ങൾക്ക് വരും. ഓൾ ഓഫ് ദ എബോവ്, നൺ ഓഫ് ദ എബോവ്, അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് മിക്സ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഡ്യൂറിംഗ് റെറ്റിനോസ്കോപ്പി at 1 meter, if there is no movement of red reflex without any lens, it indicates that refractive status of the patient is, the Mr. Ren already നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് മയോപ്പിയ ഓഫ് 1 diopter. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1 diopter ഓഫ് മയോപ്പിയയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, റെഡ് റിഫ്ലക്സിൽ അല്ലെങ്കിൽ റെറ്റിനോസ്കോപ്പിൽ നോ മൂവ്മെന്റ് കാണിക്കുന്നത് റെറ്റിനോസ്കോപ്പി ചെയ്യുമ്പോഴും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is not true regarding retinoscopy? So Mr. Ren already retinoscopy നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒഫ്താൽമിക് ഇൻസ്ട്രുമെന്റ്സ് എടുക്കുമ്പോൾ മിസ്റ്റർ റെൻ ഓൾറെഡി നിങ്ങളുമായിട്ട് റെറ്റിനോസ്കോപ്പി ഡീറ്റെയിൽ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. അതായത് സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പി പേഷ്യൻസ് ഫിക്സേറ്റ് ഓൺ ആൻ ഒബ്ജക്ട് അറ്റ് എ ക്ലോസ് ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ഐസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് റെറ്റിനോസ്കോപ്പി സപ്പോസ് 1 meridian is neutralized by +4 diopter and meridian at right angles with +5 diopter at working distance of 2/3 meter, then the patient refractive error would be എന്നുള്ളതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. അതായത് +2.5 diopter sphere and +1 diopter cylinder. സോ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ക്രോസ് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 5 diopter എന്ന് എഴുതുക, ഇവിടെ 4 diopter എന്ന് എഴുതുക. അതായത് നിങ്ങളുടെ എക്സ് മെരീഡിയനിൽ നിങ്ങൾ +4 എന്നും വൈ മെരീഡിയൻ അല്ലെങ്കിൽ സെഡ് മെരീഡിയൻ നിങ്ങൾ ഏതാണ് ഈ എടുക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ മെരീഡിയൻ +5ഉം ഈ ഹൊറിസോണ്ടൽ +4ഉം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് 2/3 മീറ്റർ എന്നാണ് പറഞ്ഞത്. സോ 2/3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ 66 സെന്റിമീറ്റേഴ്സോളം നിങ്ങൾ മൈൻഡിൽ വെച്ചോളൂ. സോ 66 സെന്റിമീറ്ററിന് ഈക്വലന്റ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് +1.5 diopter ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്തതിനു ശേഷം ഈ വർക്കിംഗ് ഡിസ്റ്റൻസ് 2 പവർ നിങ്ങൾ കുറക്കുക. ഓക്കെ, സോ +5ൽ നിന്ന് നിങ്ങൾ 1.5 diopter കുറയ്ക്കുക, +4ൽ നിന്ന് 1.5 diopter കുറയ്ക്കുക. സോ അങ്ങനെ കുറക്കുമ്പോൾ നിങ്ങൾക്ക് +5 diopterന്റെ ആ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, 3.5 diopter ഇക്വാലന്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ 4 diopterന്റെ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2.5 diopter എന്നും കിട്ടും. ഇവിടെ 3.5 diopter, ഇവിടെ 2.5 diopter ഇല്ല. സോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഒരു 2.5 diopter സ്പെറിക്കൽ ആയിട്ട് എടുക്കാം. സോ 2.5 diopter നിങ്ങൾ സ്പെറിക്കൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈ എന്നെടുത്ത മെരീഡിയൻ റെസിഡ്യൂൽ ആയിട്ടുണ്ടാവുക +1 diopter ആയിരിക്കും. സോ ആ +1 diopter എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ പവർ ആയിരിക്കും. ഒരു ചെറിയൊരു മാത്തമാറ്റിക്സ് ആണ് കേട്ടോ ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. വേറെ ഓരോ ഓപ്ഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ടതില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്ഷൻ സി ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് സൈക്ലോപ്ലേജിക് റിഫ്രാക്ഷൻ ആർ ഓൾ. സോ ഇതിന്റെ സൈക്ലോപ്ലേജിക് റിഫ്രാക്ഷന്റെ എന്തൊക്കെയായിരുന്നു ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് ഞാൻ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് മോർ എമൗണ്ട് ഓഫ് വൈബ്രേഷൻസ് ഓഫ് പെരിഫറൽ പാർട്ട് ഓഫ് ദ റിഫ്രാക്റ്റീവ് മീഡിയ ഒക്കേഴ്സ് എന്നുള്ളത് സൈക്ലോപ്ലേജിക് റിഫ്രാക്ഷനിൽ അഡ്വാൻറ്റേജസ് അല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ റെസ്റ്റ് ഓഫ് ദ തിങ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബാക്കി 3 ആണ്.
നെക്സ്റ്റ് prerequisites for retinoscopy are all except. സോ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഓപ്ഷൻ ഡി. ഒഫ്താൽമോസ്കോപ്പ് നമുക്ക് എന്താ ആവശ്യമില്ല, റെറ്റിനോസ്കോപ്പ് ചെയ്യുമ്പോൾ ഒഫ്താൽമോസ്കോപ്പ് ആവശ്യമില്ല. അത്ര ആലോചിക്കേണ്ടുള്ള ആൻസർ ഡി ആയിരുന്നു. നെക്സ്റ്റ് ഡിയോക്രോം ടെസ്റ്റ് വിച്ച് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ക്രോമാറ്റിക് അബറേഷൻ ഈസ് യൂസ്ഡ് ടു. ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ എന്താണ് ചോദിച്ചത്, എന്താണ് ഡിയോക്രോം ടെസ്റ്റ് എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുള്ളൂ. അതായത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രിൻസിപ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കണം എന്തിനാണ് ഡിയോക്രോം ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് ഇസ് ടു റിഫൈൻ ദ സ്പിയർ. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ സ്പെറിക്കൽ പവറിന്റെ റിഫൈൻമെന്റ് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള സ്പെറിക്കൽ പവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ആണ് ഡിയോക്രോം എന്ന് പറയുന്നത്. സിലിണ്ടറിക്കൽ പവറിന് JCC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In myopia, the parallel rays of light coming from infinity with accommodation at rest are focused in front of the retina എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിക്കറന്റ് ആയിട്ട് നമ്മുടെ റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കുറിച്ച്, റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് ഐ എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ ഓരോരോ റിഫ്രാക്റ്റീവ് എററായിട്ട് കീറി മുറിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആരും തന്നെ കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അത്ര ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ മയോപ്പിയൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആയിരിക്കും ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് കറക്റ്റിംഗ് അഫേക്യ യൂസിംഗ് സ്പെക്ടക്കിൾസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. സോ ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഫേക്യ ടോപ്പിക് നമ്മൾ അത്രയും എന്താ പറയുക തറോലി പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് ബാരൽ ഡിസ്റ്റോർഷൻ ആണ്. സോ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫേക്യയിൽ ഉണ്ടാവുന്നത് പിങ്കുഷൻ ഡിസ്റ്റോർഷൻ ആയിരിക്കും, റോവിംഗ് റിംഗ് സ്കോട്ടോമ ഉണ്ടാവും, അതേപോലെ ഇമേജ് മാഗ്നിഫിക്കേഷൻ ഒക്കെ ഹൈ പ്ലസ് പവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാരൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്നത് ഹൈ മൈനസ് പവർ യൂസ് ചെയ്യുമ്പോഴാണെന്നൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, ബാരൽ ഡിസ്റ്റോർഷൻ ആണ്. നെക്സ്റ്റ്. Which of the following changes takes place in the eye during accommodation? So ഇതിന്റെ ആൻസറും നമ്മൾ ഓൾറെഡി അക്കോമഡേഷനിലെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് റിലാക്സേഷൻ ഓഫ് ലെൻസ് സൊന്യൂൾ എന്നതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ എന്നാണ് ചോദ്യം. ഇത് മിസ്റ്റർ റെൻ ഓൾറെഡി ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലാസ്സിൽ NPA കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി RAF റൂളർ പറ്റിയിട്ടും, അതേപോലെ നിങ്ങൾക്ക് RAF റൂളറിന്റെ ഓരോരോ മെഷർമെന്റ്സും, അതായത് അതിന്റെ 4 സൈഡിൽ എന്തൊക്കെ ഉണ്ടാവും, അതേപോലെ അതിന്റെ പിക്ചറോടുകൂടി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൻസർ നിങ്ങൾ ആരും തെറ്റിക്കാനൊന്നും സാധ്യതയില്ല, കാരണം അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ RAF റൂളറാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് അബൌട്ട് ദ presbyopia is correct? സോ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ presbyopia ഒരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് ദ presbyopia there is a decrease in accommodative power of crystalline lens എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ബാക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് കൂടെ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ഔട്ട് വൺ ആയിട്ടുള്ളത് സി ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചേനെ. നെക്സ്റ്റ്. with regards to the contact lens, which among the following is false? സോ നിങ്ങൾ CL കുറിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ CL കുറിച്ച് നമ്മൾ സംസാരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായതാണ് ബേസ് കർവ് ഈസ് ദ സെൻട്രൽ ആന്റീരിയർ കർവ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. അതേപോലെ തന്നെ BCD എന്താണ് കോണ്ടാക്ട് ലെൻസിനെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങളാണ്. അതായത് പിക് ബാക്ക് ലെൻസിൽ 2 ലെൻസസ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ബേസ് കർവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കെരറ്റോമെട്രി വെച്ചിട്ടാണ്. അതേപോലെ ബ്ലിങ്ക് റെസ്പോൺസ് ഫിലിം ടിയർ ഫിലിം ഇവാലുവേഷൻ ഒക്കെ നമ്മൾ കോണ്ടാക്ട് ലെൻസിന് മുന്നേ നമ്മൾ ചെയ്യാറുണ്ട്. സോറി. സോ ഇതിന്റെ ആൻസർ ഒരു ഓപ്ഷൻ എ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് JCC. സോ JCCയെ കുറിച്ചിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ട്. സോ മിസ്റ്റർ റെൻ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, JCCന്റെ ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ വരെ സിലിണ്ടറിക് ഫോർ പവർ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is false regarding keratometry? So നമ്മുടെ ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒപ്താൽമിക് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കെരറ്റോമെട്രിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബോഷൻ ലോബും ജാവൽ ഷ്യൂട്ട്സ് കെരാറ്റോമെട്രി ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു മിസ്റ്റർ റെൻ. സോ മിസ്റ്റർ റെന്നിന്റെ ക്ലാസ് നമ്മൾ വളരെ
ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലായാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഓൾ ഓഫ് ദ ഫ്ലോയിങ് ആർ ട്രൂ റിഗാർഡിംഗ് ടോണോമീറ്റർ എക്സെപ്റ്റ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും എക്സാം ഹോളിൽ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് ഷിയോർ ടോണോമീറ്റർ സ്റ്റാർട്ട്സ് വിത്ത് 7.5 gram weight with additional weight to make it 10 gram and 15 grams എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുന്ന ചെറിയൊരു എറവ് കാരണമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, which of the following test is used for the calculation of IOL? സോ IOL പവർ കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായത്. ഇത് നമ്മൾ ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് മിസ്റ്റർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എ സ്കാൻ ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് പെരിമീറ്റർ. സോ ഇത് മിസ്റ്റർ നമ്മുടെ എന്താ പറയുക ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പെരിമീറ്റർ എടുക്കും. കൈനറ്റിക് പെരിമീറ്ററും സ്റ്റാറ്റിക് പെരിമീറ്ററും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. ദാറ്റ് ഈസ് ഒക്ടോപ്പസ് ആൻഡ് ഹംഫ്രി ഫീൽഡ് അനലൈസർ എന്നുള്ള എ ആൻഡ് ബി ഓപ്ഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ള സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ട്രൂ അബൌട്ട് പ്ലാസ്റ്റിഡോഡിസ് എക്സെപ്റ്റ് എന്നുള്ളതാണ്. സോ ഇതും നമ്മുടെ ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽ ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് suitable for cornea with epithelial defect or stromal ulcers. Next question, regarding the calculation of IOL power, which among the following is false? Okay. So ഇതിലും സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ ആണ് ഇതിലെ false statement എന്നുള്ളത്. That is more influenced by error in keratometry measurements than axial length. അതായത് ഇത് ഞാൻ കൂടെ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 mm ഓഫ് ആക്സിയൽ ലെങ്ത് ഉണ്ടാക്കുന്നത് 3 diopter ചേഞ്ച് ആണെങ്കിൽ നമ്മുടെ 1 mm ഓഫ് കെരറ്റോമെട്രി ഉണ്ടാക്കുന്നത് 6 diopter ചേഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടെ നിങ്ങളുടെ അടുത്തൊന്ന് റിമൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആ പവർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, കെരറ്റോമെട്രിയിലാണ് എന്ത് ചെയ്യുന്നത്, ആക്സിയൽ ലെങ്തിനേക്കാൾ കെരറ്റോമെട്രി പവറാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ തിരിച്ചിട്ടാണ്, കെരറ്റോമെട്രിയിലാണ് കൂടുതൽ പവർ ഡിഫറൻസ് കാണിക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഓഫ് IOL patient will have clear distance and near vision by which of the following methods? സോ ഇതിന്റെ ആൻസർ മിസ്റ്റർ ഓൾറെഡി ഒപ്റ്റോമെട്രിക് ഇൻസ്ട്രുമെന്റ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾ ഓഫ് ദ അബോവ് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഡി എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് എന്താണ്, സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാ തവണയും എക്സാമിന് ചോദിക്കുന്ന ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരിക. പ്ലസ് 1.5 ഡയോപ്റ്റർ പ്ലസ് 0.5 ഡയോപ്റ്റർ സിലിണ്ടർ പ്ലസ് 150, അതായത് സ്പിയർ പ്ലസ് ഹാഫ് ഓഫ് ദ സിലിണ്ടർ ആണ് നിങ്ങൾ നോക്കേണ്ടത്. സ്പിയർ എന്ന് പറയുന്നത് സ്പിയർ പ്ലസ് ഹാഫ് ഓഫ് ദ സിലിണ്ടർ അല്ല, സ്പിയർ പ്ലസ് സിലിണ്ടർ നിങ്ങൾ ചെയ്യാം. അതായത് നമ്മുടെ ഈ ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു എറർ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് പ്ലസ് 2.5 മൈനസ് 0.50 ആയിരുന്നു. സോ ഇവിടെ പ്ലസ് 0.50 ആണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലസ് 2 മൈനസ് 0.50 ആയിരുന്നു. സ്ലൈറ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ സ്പിയർ പ്ലസ് സിലിണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് 1.5 കിട്ടും. അതേപോലെ സിലിണ്ടർ ഓപ്പോസിറ്റ് ആക്സിസ് എഴുതുക, ദാറ്റ് ഈസ് പ്ലസ് 0.50 എന്ന ഓപ്പോസിറ്റ് ആക്സിസും കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് 150 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഓൾ റിഗാർഡിംഗ് ദ ബൈഫോക്കൽ ഗ്ലാസസ് ആർ എക്സെപ്റ്റ് കറക്റ്റ് എക്സെപ്റ്റ്. സോ ഇത് നമ്മുടെ ഒപ്റ്റിക്സിൽ, അതായത് തന്നെ ഗ്ലാസസിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുത്തത് മിസ്റ്റർ എൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ തന്നെ ആയിരുന്നു ആളെടുത്തത്. സോ ആ സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് ബൈഫോക്കലിനെ സംബന്ധിച്ച് ഫ്യൂസ്ഡ് ബൈഫോക്കൽസ് ഇൻവോൾവ്ഡ് കമ്പൈനിങ് 2 lenses വിത്ത് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, സോ അവിടെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ 2 lenses ആണ് ഫ്യൂസ് ചെയ്യുന്നതെന്നാണ് കറക്റ്റ് ആവേണ്ടിയിരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യേണ്ട, കൺഫ്യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യനിൽ ഓൾ റിഗാർഡിംഗ് ബൈഫോക്കൽസ് ആർ കറക്റ്റ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചത്. സോ എ സി ഡി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്, ബി ആണ് ഫോൾ ട്രീറ്റ്മെന്റ് ഫോൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ബി ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് സിലിണ്ടറിക്കൽ ലെൻസ്. സോ ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. JCCO അല്ലെങ്കിൽ
ഈ സിലിണ്ടറിക്കൽ ലെൻസസിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് റിഗാർഡിംഗ് അസ്റ്റിഗ്മാറ്റിസം ഓൾ ആർ ട്രൂ എക്സെപ്റ്റ്. സോ ഇതില് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ അസ്റ്റിഗ്മാറ്റിസം സംബന്ധിച്ചിട്ട് ഓപ്ഷൻ സി ആണ് ഇതിന്റെ റോങ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് കറക്റ്റഡ് ബൈ കോൺവെക്സ് സ്പെരിക്കൽ ലെൻസ് എന്നാണ് പറഞ്ഞത്. സ്പെരിക്കൽ ലെൻസസ് വെച്ചിട്ടാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്യുന്നത്, സിലിണ്ടറിക്കൽ ലെൻസ് വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. നെക്സ്റ്റ് ദ ഫിസിയോളജിക്കൽ ഒപ്റ്റിക്കൽ ഡിഫക്ട് ഇൻ ഹ്യൂമൻ ഐ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചത്. സോ ആൻസർ വരുന്നത് പ്രിസ്മാറ്റിക് അബ്രേഷൻ ആയിരിക്കും. ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ ഒഫ്താൽമോളജി പ്രിസംസ് ആർ യൂസ്ഡ് ഇൻ. സോ നമ്മൾ പ്രിസംസ് ഏതൊക്കെ പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ആൻസർ വരും ഡി എന്നുള്ളതാണ്. ഓൾ ഓഫ് ദ എബോവ് എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next, optical condition in which refraction of the two eyes differ in variety and degree is named as. So, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് പോയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഇതിന്റെ ആൻസർ ദാറ്റ് ഇസ് അനൈസോമെട്രോപ്പിയ. ഓപ്ഷൻ ബി അനൈസോമെട്രോപ്പിയ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, കോൺവെക്സ് ലെൻസ് ഇസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചത്. ആൻസർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് കെരാറ്റോകോണസ്. അതായത് നമ്മുടെ ഇത് വളരെ ഇതായിട്ട്, അതായത് പഠിപ്പിക്കുക അങ്ങനെയൊന്നും നമ്മൾ ഡെയിലി ക്ലിനിക്സിൽ നമ്മൾ ഒരു കെരാറ്റോകോണസ് പേഷ്യന്റ്, അതായത് കെരാറ്റോകോണസ് പേഷ്യന്റ് നമ്മൾ എന്ത് പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും മോസ്റ്റ്ലി കൊടുക്കേണ്ടി വരും? മൈനസ് പ്രിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടി വരും. ഒരു അഫേക്കിയ പേഷ്യന്റ് പ്ലസ് പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. പ്രസ്ബയോപ്പിയ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലസ് പ്രിസ്ക്രിപ്ഷൻസ് ആയിരിക്കും കൊടുക്കേണ്ടി വരും. ഒരു ഹൈപ്രോപ്പിയ, റെസിഡ്യൂവൽ ഹൈപ്പർമെട്രോപ്പിയ നമ്മൾ പ്ലസ് പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും കൊടുക്കേണ്ടി വരും. സോ നോക്കുമ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ബി സി ഡി കണ്ടീഷനിലെ പേഷ്യൻസിന് കൊടുക്കുന്നെങ്കിൽ എ എന്നുള്ള കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ കോൺകേവ് ലെൻസസ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അസ്റ്റിഗ്മാറ്റിസം ഈസ് എ ടൈപ്പ് ഓഫ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തുള്ള ഒരു ടോപ്പിക്കാണ്. ഇറ്റ്സ് എ കർവേച്ചർ എമെട്രോപ്പി എന്നുള്ള പോയിന്റ് അന്ന് നമ്മൾ അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്റ്റിഗ്മാറ്റിസം ഈസ് എ കർവേച്ചർ എമെട്രോപ്പി എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഡ്യൂസിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് incident parallel rays coming to focus posterior to the light sensitive layer of retina in all except എന്നാണ് ചോദിച്ചത്. സോ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ആൻസറിന് നിങ്ങൾ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ദ മയോപ്പി എന്ന കണ്ടീഷനിൽ മാത്രം ആന്റീരിയർ ടു ദ റെറ്റിന ആയിരിക്കും, അല്ലെങ്കിൽ ആന്റീരിയർ ടു ദ ലൈറ്റ് സെൻസിറ്റീവ് ലെയർ ഓഫ് റെറ്റിനയാണ് ഫോക്കസ് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് ദ കേസിലെല്ലാം എന്താണ് posterior to the light sensitive layer of retina ആയിരിക്കും. Okay, so the next is stems conoid represent refraction through എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഗോപിക മാം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെംസ് കോണോയിഡ് എങ്ങനെയാണ് ഏതൊക്കെയാണെന്നൊക്കെ. സോ ആൻസർ സി ആണ്, അതായത് ടോറിക് സർഫസ് ആണെന്ന് ഉത്തരം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് മിസ്ഡയറക്റ്റഡ് ഐലാഷസ് ആർ ടേംഡ് ആസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഫർഹാന മാമിന്റെ ഐലിഡ്സിന്റെ ക്ലാസ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് ട്രിക്കിയാസിസ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടെസ്റ്റ് ഫോർ മെഷറിംഗ് ദ ടിയർ സെപ്പറേഷൻ ഈസ്. സോ മിസ്റ്റർ റൺ നിങ്ങളായിട്ട് ഡീറ്റെയിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതേപോലെ തന്നെ ഞാൻ ലാക്രിമൽ സിസ്റ്റം ഒരു ക്ലാസ് എടുത്ത സമയത്തും നിങ്ങളെടുത്ത് ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ടെസ്റ്റ് ഫോർ മെഷറിംഗ് ദ ടിയർ സെപ്പറേഷൻ ഈസ് ഓപ്ഷൻ സി, ഷെർമർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബിറ്റോട്ട് സ്പോട്ട് സീരീൽ. സോ നമ്മളിത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആയിരുന്നു. ബിറ്റോട്ട് സ്പോട്ട് കാണുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിലാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എക്സാമിന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അത് എക്സാമിന് അതായത് 3-ാം തീയതി നമ്മൾ നടത്തിയ ഒരു ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ എ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം, അതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബിറ്റോട്ട് സ്പോട്ട് സീൻ ഇൻ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. Next is corneal trauma with vegetative matter often leads to. ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഗോപിക മാം നിങ്ങളുമായിട്ട് ക്ലാസ് എടുത്തൊരു ടോപ്പിക് ആയിരുന്നു. സോ കോർണിയൽ ട്രോമ വിത്ത് വെജിറ്റേറ്റീവ് മാറ്റർ ലീഡ് ചെയ്യുന്നത് ഫംഗൽ കോർണൽ അൾസർ, ഓപ്ഷൻ ബിയിലേക്കായിരിക്കും. ഫംഗൽ കോർണൽ അൾസറിലേക്കായിരിക്കും. സോ ദി നെക്സ്റ്റ് ദ ഫീച്ചർ ഓഫ് ഐറിഡോസൈക്ലൈറ്റിസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. സോ ഐറിഡോസൈക്ലൈറ്റിസിന്റെ ഫീച്ചറിൽ പെടാത്തത് എന്ന് പറയുന്നത് ഹൈഫീമ ആയിരിക്കും. ബ്ലഡ് ഇൻ ആന്റീരിയർ ചേംബർ എന്നുള്ള ഹൈഫീമയാണ് എന്ത് ചെയ്യുന്നത് ഐറിഡോസൈക്ലൈറ്റിസിന്റെ ഫീച്ചർ അല്ലാത്തത്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ദ ഫീച്ചർ ഓഫ് ഹൈപ്പർ മെച്യൂർ കാറ്ററാക്ട് ഇൻക്ലൂഡ്. അതായത് ഫർഹാന മാമിന്റെ
ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി ഇത് എന്താണ് കാറ്ററാക്ട് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. സോ ഇതിന്റെ ഹൈപ്പർമെച്യൂർ കാറ്ററാക്ടിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ് എന്നുള്ള ഡി ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഇൻ എ പേഷ്യന്റ് വിത്ത് ടോട്ടൽ കാറ്ററാക്ട് റെറ്റിന ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഓപ്ഷൻ എ ആണ്, അതായത് അൾട്രാസൗണ്ട് ആണ് ഇതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗ്ലോക്കോമ ഇസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഗ്ലോക്കോമയുടെ ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതേപോലെ സിജി മാമിന്റെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ്സ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് റേസ്ഡ് ഇൻട്രാഓക്കുലർ പ്രഷർ എന്നുള്ള ആ ആൻസർ ആണ്. ഇത് കുറച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ തവണയും എന്ത് ചെയ്യുന്നില്ല, ഗ്ലോക്കോമ പേഷ്യൻസ് IOP റേസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ കേസസിലൊക്കെ ടെൻഷൻ, അതായത് IOP നോർമൽ ആയിരിക്കും, ബട്ട് പേഷ്യന്റ് എന്തായിരിക്കും ഗ്ലോക്കോമാറ്റസ് ചേഞ്ചസ് ഉണ്ടാവും എന്നേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ഇൻവെസ്റ്റിഗേഷൻസ് നീഡഡ് ടു ഡയഗ്നോസ് ഗ്ലോക്കോമ ഇൻക്ലൂഡ്. സോ ഇതിന്റെ ഈ ഒരു ടോപ്പിക്കും സിജി മാമിന്റെ ഗ്ലോക്കോമ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, IOP മെഷർമെന്റ് യൂസിങ് റാപ്പിഡ് എയർ പൾസ് ടു ഫ്ലാറ്റൻ ദ കോർണിയ ഈസ് ഡൺ ബൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. സോ നമുക്കറിയാം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ടോണോമീറ്റർ, അതായത് നോൺ കോണ്ടാക്ട് ടോണോമെട്രി, ഓപ്ഷൻ എയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എയർ പൾസ് കോർണിയ ഫ്ലാറ്റൻ ചെയ്തിട്ട് നമ്മൾ IOP മെഷർ ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് വിഷ്വൽ ഫീൽഡ് അസസ്മെന്റ് ഇൻ എ കേസ് ഓഫ് ഗ്ലോക്കോമ. സോ സിജി മാമിന്റെ ഗ്ലോക്കോമ ക്ലാസ് ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് HFA, അതായത് ഓപ്ഷൻ സി ആണ് ഗോൾഡ് സ്റ്റാൻഡ് മെത്തേഡ് ഓഫ് വിഷ്വൽ ഫീൽഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയി. നെക്സ്റ്റ്, ദ ടിപ്പിക്കൽ ഫീൽഡ് ഡിഫക്ട് ഇൻ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. സോ സിജി മാമിന്റെ ഗ്ലോക്കോമ ക്ലാസ്സിൽ ഫീൽഡ് ഡിഫക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓപ്ഷൻ എ ഓൾട്ടിറ്റ്യൂഡിനൽ ഫീൽഡ് ഡിഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ കൺസിഡർഡ് സൈലന്റ് തീഫ് ഓഫ് സൈറ്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് സിജി മാം അന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെടുത്ത് നോട്ട് ചെയ്തിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതാ സൈലന്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് POAG, അതായത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. നെക്സ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്ലോക്കോമ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലോക്കോമ ഇൻക്ലൂഡ്സ്. ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ്. ടോപ്പിക്കൽ ഡ്രോപ്സ് യൂസ് ചെയ്യാം, ട്രെബിക്കുലക്ടമി യൂസ് ചെയ്യാം, ലേസർ ട്രീറ്റ്മെന്റ്സും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗ്ലോക്കോമയെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇൻ എ കേസ് ഓഫ് ഐ ഡൊണേഷൻ cornea is collected within dash hours of death. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഐ ഡൊണേഷൻ എന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ആൻസർ ബി ആണ് വരിക, 6 hours എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ ഐ ഡൊണേഷനിൽ കോർണിയ നമ്മൾ കളക്ട് ചെയ്യുന്നത് 6 hours ഓഫ് ഡെത്ത് ആണ്. വിത്തിൻ 6 hours നമ്മൾ എന്ത് ചെയ്യണം, ആ ഡോണർ കോർണിയയിൽ നിന്നും ആ കോർണിയ നമ്മൾ എടുക്കേണ്ടതുണ്ട്. Next, the optical aid used in rehabilitation of low vision patient include all except. സോ നമ്മൾ ഇവിടുത്തെ ചോദിച്ചിട്ടുള്ളത് നോൺ ഒപ്റ്റിക്കൽ എയ്ഡ് ഏതാണെന്നാണ് നിങ്ങൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് വൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ട ക്വസ്റ്റ്യൻ, nowadays ophthalmic instruments are sterilized by all except. സോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇത് എന്താ പറയുക, നമ്മുടെ സ്റ്റെറിലൈസേഷൻ എന്നുള്ള ടോപ്പിക് നമ്മുടെ ബുക്കിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റോമോസ്റ്റ് ബുക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്കാണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഒക്കെ. സോ ഇതിൽ ഓപ്ഷൻ ഡി ഹോട്ട് എയർ ഓവൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ബൈനോക്കുലർ സിംഗിൾ വിഷൻ ഈസ്. സോ ഞാൻ അടക്കമുള്ള ആൾക്കാർ നിങ്ങളടുത്ത് ഓൾറെഡി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രേഡ്സ് ഓഫ് BSV. ഗ്രേഡ്സ് ഓഫ് BSV ഇമ്പോർട്ടന്റ് ആണെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഗ്രേഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് ഗ്രേഡ്സ് ആയിട്ട് തന്നെ പഠിച്ചു, SMP ഫ്യൂഷൻ സ്റ്റീരിയോപ്സിസ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിൽ. എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് എക്സാമിന് മുന്നായിട്ടുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് SMP ആണ്. സൈമിൾട്ടേനിയസ് പെർസെപ്ഷൻ, സൈമിൾട്ടേനിയസ് മാക്കുലർ പെർസെപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടിയിരുന്ന ആൻസർ. ഓക്കെ,
So the next question, the refractive error associated with the esotropia. So esotropia, squint in the class, squint in the topic എടുക്കുമ്പോൾ esotropia നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്റ്റീവ് എറർ esotropia കാണുന്നത് ഹൈപ്പർമെട്രോപ്പി ആയിരിക്കുമെന്ന്. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, the causes for amblyopia include all except എന്നാണ്. സോ നമ്മൾ ഓൾറെഡി ആംബ്ലിയോപ്പിയുടെ ഒരു ക്ലാസ്, സ്ക്വിന്റിന്റെ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ആംബ്ലിയോപ്പിയ എന്നുള്ള ടോപ്പിക് ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ടൈപ്സ് ഓഫ് ആംബ്ലിയോപ്പിയ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ആംബ്ലിയോപ്പിയ ടൈപ്സ് എന്തൊക്കെ എങ്ങനെയൊക്കെയാ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ ക്ലാസ് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലാവും. അതായത് സെൻസറി ഡിപ്രിവേഷൻ ആംബ്ലിയോപ്പിയ ഉണ്ട്, അനൈസോമെട്രോപിക് ആംബ്ലിയോപ്പിയ ഉണ്ട്, സ്ട്രാബിഗ്മിക് ആംബ്ലിയോപ്പിയ ഉണ്ട്. സോ എന്റെ ആൻസർ വരുന്നത് മയോപ്പിയ, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഡീവിയേഷൻ ഓഫ് വൺ ഐ ഇൻഫീരിയർലി ഇസ് ടേംഡ്. സോ നമ്മുടെ സ്ക്വിന്റിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസോ, എക്സോ, ഹൈപ്പോ, ഹൈപ്പർ എന്നുള്ള ടൈപ്പ്. എങ്ങനെയാണ് ഈസോ വരുന്നത്, എങ്ങനെയാണ് എക്സോ വരുന്നത്, എങ്ങനെയാണ് ഹൈപ്പർ വരുന്നത്, എങ്ങനെയാണ് ഹൈപ്പോ വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ട്, വൺ ഐ ഇൻഫീരിയർ ആയിട്ട് അതർ ഐനെ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഐ താഴത്തോട്ട് ഇൻഫീരിയറിൽ വരികയാണ് അതിന് ഹൈപ്പോട്രോപ്പിയ എന്നും, ഒരു ഐയെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു സുപ്പീരിയർ പോകുമ്പോൾ ഹൈപ്പർ എന്നുമാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ഡീവിയേഷൻ ആയിരിക്കും അതെന്നൊക്കെ നമ്മളൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ആൻസർ സി ആണ് കറക്റ്റ്, ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ റീറ്റൈൻഡ് അയൺ ഫോറിൻ ബോഡി കോസസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റീറ്റൈൻഡ് അയൺ ഫോറിൻ ബോഡി കോസ് ചെയ്യുന്നത് സിട്രോസിസ് ബൾബി ആയിരിക്കും. അതായത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സിട്രോസിസ് എന്നാണ് അതൊന്ന് സിട്രോസിസ് ബൾബിയാണ് ഉണ്ടാക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ എക്സാമിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ ടാർഗറ്റ് ഡിസീസ് ഐഡന്റിഫൈഡ് ഫോർ ദ വിഷൻ 2020 ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. സോ നമ്മുടെ ടാർഗറ്റ് ഡിസീസ്, അതായത് നമ്മൾ വിഷൻ 2020 ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജിയുടെ ഒരു പാർട്ടിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വിഷൻ 2020 ഒക്കെ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ടാർഗറ്റ് ഡിസീസസ് ആണ് ഇന്ത്യയെ നമ്മൾ വിഷൻ 2020 ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. സോ ഇതിൽ എടുക്കാത്തത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാത്ത ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഓങ്ക്യോസെർക്കിയാസിസ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓങ്ക്യോസെർക്കിയാസിസ് ആണ് വരുന്നത്. ദാറ്റ് ഇസ് വിഷൻ 2020 നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഡിസീസസ് എന്ന് പറയുന്നത് ട്രക്കോമ, കോർണൽ ബ്ലൈൻഡ്നസ്, ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെയാണ്. ബട്ട് ഓങ്ക്യോസെർക്കിയാസിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ കേസിലാണ് വിഷൻ 2020 ഇൻ ഇന്ത്യ, അതുപോലെ വിഷൻ 2020 ഇൻ വേൾഡ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകളിൽ. സോ ഇതുവരെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഐ തിങ്ക് നിങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് തന്നെ ആയിരിക്കും ബബിൾ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇതിൽ ഞങ്ങൾക്ക് ആർക്കും വലിയ വലിയ ഇഷ്യൂസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വലിയ വലിയ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാം. പിന്നെ ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നോട്ട് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഇനിയും ഇതിൽ ചെറിയ 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 മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇതാണ് ഫൈനൽ എന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. മേ ബി ഇതിന് മുകളിലേക്ക് താഴേക്ക് വരാം. ബട്ട് എഡ്യൂസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിന് വന്ന നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ആസ് എ മെന്റർ, ആസ് എ ഫാക്കൽറ്റി എന്ന നിലയിൽ ഞങ്ങളുടെ ഫാക്കൽറ്റി ടീം ഫുള്ളി ഹാപ്പിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്ത മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ ഏകദേശം 25ഓളം ടോപ്പിക്കുകൾ നമ്മൾ 20-25 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക്, അത് ഓരോ ടോപ്പിക്കിൽ നിന്നും 20-25 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. സോ അതേപോലെ നമ്മളെ ബുക്കിലും ഓരോ ടോപ്പിക്കിലും ഏകദേശം 50ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. സോ ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ പഠിച്ചു പോയി നിങ്ങൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ, ചില ഷോർട്ട് പോയിന്റ്സ് കൂടെ ഇവിടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസറിലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബുക്കും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി ഞങ്ങൾ വിചാരിക്കുവാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ആവശ്യമുണ്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നും വിഷയമൊന്നുമില്ല. കട്ട് ഓഫ് പറഞ്ഞ പോലെ നമ്മളൊരു 70 to 75 ആണ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത്. മാക്സിമം ലാസ്റ്റ് ഇയർ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയർ ആള് ഫസ്റ്റ് റാങ്ക് ഉള്ള ആൾക്ക് 91 മാർക്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇത്തവണയും ഒരു
ഇപ്പൊ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ജോബിന് കയറാം എന്നുള്ളതിനേക്കാൾ ആ ഒരു മാർക്ക് ലിസ്റ്റ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ കയറുമെന്ന്, അതായത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറീസ് പിന്നെ കാറ്റഗറൈസേഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ഇന്റർവ്യൂവിലോ അടക്കം നമ്മൾ അപ്പിയർ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനലി ജോബിന് കയറാൻ പറ്റുക. പക്ഷെ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്തായാലും നമ്മൾ ആ ഒരു കട്ട് ഓഫിന് മേലെ ഒരു 80-85 ഒക്കെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ബി നമ്മൾ എന്തായാലും ജോലിയിൽ കയറിയിരിക്കും. സോ അതിലൊന്നും ആരും വെറി ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ആ ഒരു മാർക്ക് എന്നുള്ള വെറി വേണ്ട, നമ്മുടെ റിസൾട്ട്സ് വരും. സോ അതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാം. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്രീ ടു ചാറ്റ് വിത്ത് മീ. എനിക്ക് ചാറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഇല്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുവാണ് നിങ്ങൾക്ക് ഇത് വലിയ സെഷൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കും. ഒരിക്കലും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ സെഷന് നിങ്ങൾ കൂളാക്കാൻ വേണ്ടി നടത്തിയ സെഷൻ മാത്രമാണ് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ആൻസേഴ്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വേണ്ട. ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും, അല്ലെങ്കിൽ ആൻസർ കീ വന്നത് പ്രകാരം ഇങ്ങനെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലും ചില മാറ്റങ്ങളൊക്കെ വരാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് നൈറ്റ്.